ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞൻ കുരങ്ങിനെക്കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു കഥയാണിത്. സ്നേഹത്തെയും ആശ്വാസത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്നൊരു കഥ. ഇതൊന്ന് നോക്കൂ. റെഡിറ്റിലെ ഒരു സാധാരണ യൂസർ എഴുതിയതാണ്. ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കുരങ്ങൻ കുഞ്ഞിനോട് ആളുകൾക്ക് എത്രത്തോളം വൈകാരികമായൊരു അടുപ്പം തോന്നിയിരുന്നെന്ന്. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു സൈന്യത്തെപ്പോലെ ആളുകൾ തയ്യാറായിരുന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം, അല്ലേ? ഇന്റർനെറ്റിൽ നമ്മൾ ദിവസവും എത്രയെത്ര മൃഗങ്ങളുടെ വീഡിയോ കാണുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു കുരങ്ങൻ കുഞ്ഞ് മാത്രം ഇത്ര വലിയൊരു സംഭവമായി മാറിയത്? ശരി, നമുക്കിതിന്റെ ഉത്തരമൊന്ന് തേടിപ്പോകാം. അപ്പൊ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ആരായിരുന്നു ഈ പഞ്ച്? എങ്ങനെയാണ് അവൻ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ നേടിയത്? ഈ ഒരൊറ്റ കാഴ്ച അതായിരുന്നു ലോകത്തിന്റെ മനസ്സ് കീഴടക്കിയത്. അമ്മയില്ലാതെ ഒറ്റപ്പെട്ടുപോയൊരു കുഞ്ഞുകുരങ്ങൻ ഒരു പാവയെ മുറുക്കി കെട്ടിപ്പിടിച്ച് അതിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഈ ദൃശ്യം കണ്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം അലിഞ്ഞുപോയി. പക്ഷേ ഇതൊരു വെറും ക്യൂട്ട് വീഡിയോ ആയിരുന്നില്ല. ഈ പ്രതിഭാസം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പഞ്ചിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. അത് അത്ര സന്തോഷമുള്ളൊരു കഥയല്ല. അപ്പൊ നോക്കൂ, അവന്റെ ജീവിതയാത്ര എത്ര ദുരിതം പിടിച്ചതായിരുന്നു എന്ന്. ജനിച്ച് അധികം വൈകാതെ സ്വന്തം അമ്മ അവനെ ഉപേക്ഷിച്ചു. പിന്നെ മൃഗശാലയിലെ ജീവനക്കാരാണ് അവനെ വളർത്തിയത്. കുറച്ചുകാലം കഴിഞ്ഞപ്പോ അവനൊരു കൂട്ടാമാവട്ടെ എന്ന് കരുതി 60ഓളം കുരങ്ങുകളുള്ള ഒരു വലിയ ഗ്രൂപ്പിലേക്ക് അവനെ മാറ്റി. പക്ഷേ അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. മറ്റുള്ള കുരങ്ങുകൾ അവനെ ക്രൂരമായി ഉപദ്രവിച്ചു, ഒറ്റപ്പെടുത്തി. ആ ഭീകരമായ ലോകത്ത് അവന്റെ ഒരേ ഒരു ആശ്വാസം ആ ഐക്കിയ പാവ മാത്രമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ കുരങ്ങൻ കുഞ്ഞിനോട് മാത്രം നമുക്കെല്ലാവർക്കും ഇത്ര സ്നേഹം തോന്നുന്നതെന്ന്, അല്ലേ? വെറുമൊരു മൃഗമല്ലേ? പക്ഷേ അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് 70 വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിലാണ്. നമുക്ക് ആ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോ അന്നത്തെ കാലത്ത്, അതായത് 1950കളിലൊക്കെ മനഃശാസ്ത്രജ്ഞർക്കിടയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു ബിഹേവിയറിസം. അതനുസരിച്ച് ഒരു കുഞ്ഞ് അമ്മയെ സ്നേഹിക്കുന്നത് അമ്മ വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നതുകൊണ്ടും മാത്രമാണ്. സ്നേഹം, ആശ്വാസം, തലോടൽ ഇതിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ഭക്ഷണം അതുമാത്രമാണ് പ്രധാനം എന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഹാരി ഹാർലോ എന്ന പേരിലൊരു സൈക്കോളജിസ്റ്റ് ഈ ചിന്തയെ ചോദ്യം ചെയ്തു. ശരിക്കും ഭക്ഷണം മാത്രമാണോ ബന്ധങ്ങളുടെ അടിസ്ഥാനം? അതോ സ്നേഹം, ആശ്വാസം പോലുള്ള കാര്യങ്ങൾക്കും സ്ഥാനമുണ്ടോ? ഈ സ്ലൈഡ് നോക്കൂ. ഒരു വശത്ത് ഭക്ഷണം, മറുവശത്ത് ആശ്വാസം. ഇതിൽ ഏതിനായിരിക്കും ഒരു കുഞ്ഞ് കൂടുതൽ പ്രാധാന്യം നൽകുക? അപ്പോ ഹാർലോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം കുറച്ചു കുരങ്ങൻ കുഞ്ഞുങ്ങളെ അവയുടെ അമ്മമാരിൽ നിന്ന് മാറ്റി. എന്നിട്ട് അവർക്ക് മുന്നിൽ 2 പകരക്കാരി അമ്മമാരെ വെച്ചുകൊടുത്തു. അദ്ദേഹത്തിന്റെ പരീക്ഷണം ലളിതമായിരുന്നു, പക്ഷെ അതിന്റെ ഫലം മനഃശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ആ കുരങ്ങൻ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷനുകളാണുണ്ടായിരുന്നത്. ഒന്ന്, കമ്പികൊണ്ടുണ്ടാക്കിയ ഒരമ്മ. അവിടെ നിന്ന് വിശക്കുമ്പോൾ പാൽ കിട്ടും, പക്ഷെ തൊട്ടാൽ തണുത്ത കല്ലുപോലെയുള്ള ഒരു രൂപം. രണ്ടാമത്തേത്, മൃദുവായ തുണികൊണ്ട് പൊതിഞ്ഞ ഒരമ്മ. കെട്ടിപ്പിടിക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ അവിടെ നിന്ന് വിശപ്പകറ്റാനൊന്നും കിട്ടില്ല. ഇവിടെയാണ് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയത്. അന്നത്തെ സിദ്ധാന്തമനുസരിച്ച് കുരങ്ങൻ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടുന്ന കമ്പി അമ്മയുടെ കൂടെയാവണം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ മാത്രം കമ്പിയമ്മയുടെ അടുത്തേക്ക് പോയി 1 മണിക്കൂറിൽ താഴെ. ബാക്കി സമയം മുഴുവൻ, അതായത് ദിവസവും 17-18 മണിക്കൂറോളം അവർ ആശ്വാസം നൽകുന്ന തുണിയമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. അവർക്ക് ഭക്ഷണത്തേക്കാൾ വലുത് ആശ്വാസമായിരുന്നു. ഈയൊരു പരീക്ഷണമാണ് പഴയ ചിന്തകളെയെല്ലാം മാറ്റിമറിച്ചത്. ശാരീരികമായ ആവശ്യങ്ങൾ പോലെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളേറെ, സ്നേഹവും പരിചരണവും ആശ്വാസവുമൊക്കെ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇതിൽ നിന്നാണ് ആധുനിക അറ്റാച്ച്മെന്റ് തിയറി രൂപം കൊള്ളുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പഞ്ചിന്റെ കാര്യം ഓർമ്മ വരുന്നില്ലേ? അവൻ ആ ഒറങ്ങുട്ടാൻ പാവയെ കെട്ടിപ്പിടിച്ചത് വെറുമൊരു നേരം പോക്കിനായിരുന്നില്ല. ആശ്വാസത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ളവന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായിരുന്നു അത്. നമ്മളെല്ലാവരും കൊതിക്കുന്ന അതേ കാര്യം. ശരി, നമുക്ക് ആ ശാസ്ത്രലോകത്ത് നിന്ന് തിരിച്ച് പഞ്ചിന്റെ ഇപ്പോഴത്തെ കഥയിലേക്ക് വരാം. ഈ വൈകാരികമായ കഥ 21ാം നൂറ്റാണ്ടിലെ വലിയൊരു ബിസിനസ്സുമായി കൂടിച്ചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. $350
ഇതാണ് പഞ്ചിന്റെ പ്രശസ്തിക്ക് ശേഷം ആ ഓറങ്കുട്ടാൻ പാവയ്ക്ക് റീസെയിൽ മാർക്കറ്റിൽ കിട്ടിയ ഏറ്റവും കൂടിയ വില. വെറും $19.99 വിറ്റിരുന്ന ഒരു സാധാരണ കളിപ്പാട്ടത്തിനാണ് ഈ വില വന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊരവസരമായി കണ്ട് ഐക്യ ശരിക്കും കളത്തിലിറങ്ങി. അവർ പഞ്ചിന്റെ പേരിൽ വലിയ പരസ്യങ്ങൾ ചെയ്തു. കളിപ്പാട്ടത്തിന്റെ പേര് തന്നെ പഞ്ചിന്റെ ആശ്വാസ ഒറങ്കുട്ടാൻ എന്നാക്കി മാറ്റി. ഐക്യയുടെ ജപ്പാനിലെ പ്രസിഡന്റ് നേരിട്ട് മൃഗശാലയിൽ പോയി പഞ്ചിനു ഒരുപാട് പുതിയ പാവകൾ സമ്മാനിച്ചു. ഫലമെന്തായിരുന്നു? ലോകമെമ്പാടുമുള്ള സ്റ്റോറുകളിൽ ആ പാവ വിറ്റുതീർന്നു. ചിലർക്കിത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പഞ്ചിന്റെ കഥയിൽ സ്വാഭാവികമായി ഭാഗമായ ഒരു ബ്രാൻഡ് അവനോട് സഹാനുഭൂതി കാണിക്കുന്നു, സഹായിക്കുന്നു. അതിലെന്താണ് തെറ്റ്? അതൊരു നല്ല കാര്യമല്ലേ എന്നവർ കരുതി. പക്ഷേ വേറൊരു കൂട്ടം ആളുകൾ ഇതിനെ കണ്ടത് അങ്ങനെയല്ല. ഒരു മൃഗത്തിന്റെ കഷ്ടപ്പാട് വിറ്റ് കാശാക്കാനുള്ള ഒരു വൃത്തികെട്ട മാർക്കറ്റിംഗ് തന്ത്രമായാണ് അവരിതിനെ കണ്ടത്. ഒരു ബ്രാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ആളുകൾ എത്രത്തോളം സംശയത്തോടെയാണ് നോക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. ശരി, ഇനി നമുക്ക് ഈ കഥയുടെ കുറച്ചുകൂടി ഗൗരവമുള്ള, ഒരുപക്ഷെ അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വശത്തേക്ക് പോകാം. പഞ്ച് കാരണം ആ മൃഗശാല ലോകം മുഴുവൻ അറിഞ്ഞു. അത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം ചില അസുഖകരമായ ചോദ്യങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോഴാണ് ജപ്പാനിലെ പല മൃഗശാലകളിലെയും യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്. പലതും വെറും കോൺക്രീറ്റ് കൂടുകൾ മാത്രമാണെന്നും അവിടുത്തെ മൃഗസംരക്ഷണ നിയമങ്ങൾ വളരെ ദുർബലമാണെന്നും വിമർശനങ്ങൾ വന്നു. അതായത്, നമ്മൾ കണ്ട പഞ്ചിന്റെ ആ ഹൃദയസ്പർശിയായ കഥയുടെ പശ്ചാത്തലം അത്ര മനോഹരമായിരുന്നില്ല എന്ന സത്യം പുറത്തുവന്നു. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു കുരങ്ങൻ കുഞ്ഞിന്റെ വേദനയിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ ആ വേദനയ്ക്ക് കാരണമായ വലിയ പ്രശ്നങ്ങളെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണോ? പഞ്ചിന്റെ കഥ യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആശ്വാസം തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ എന്തെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത്?